എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തിനോടാണ്. താങ്കളുടെ നേതാക്കന്മാർ ഒരു പരിധിവരെ എല്ലാവരും തന്നെ നരേന്ദ്രമോദിനെ താഴെ ഇറക്കണം എന്നാണ് എപ്പോഴും പറയാറുള്ളത്. നിങ്ങൾക്ക് കേരളത്തിലാകെ ഒരു സീറ്റുള്ളൂ. ഈ വരുന്ന 26-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളാകെ മത്സരിക്കുന്നത് ഇന്ത്യയിലാകെ 16 സീറ്റാണ്. എങ്ങനെയാണ് നിങ്ങൾ നരേന്ദ്രമോദിനെ താഴെ ഇറക്കുന്നത്? യെസ്, വളരെ ഡയറക്റ്റായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ലഭിച്ചത്. അതിനു മുമ്പ് BJPയുടെ സ്ഥിതി എന്തായിരുന്നു? 2014 തെരഞ്ഞെടുപ്പിൽ മറ്റ് ചെറുകക്ഷികളുടെ സഹായത്തോടു കൂടിയിട്ടാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രൂപീകരിച്ചത്. അതിനു മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത്, വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ അന്ന് BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 1984 ശ്രീമതി ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPയുടെ അംഗബലം എത്രയാണ് എന്ന് ആ സുഹൃത്തിന് അറിയാമോ? ആകെ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നു. അദ്വാനിയും അതുപോലെ തന്നെ വാജ്പേയിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചെറുകക്ഷികളുടെ ബലത്തിന്മേലാണ് ഈ ദീർഘകാലം ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ മുൻകാല രൂപമായിട്ടുള്ള ജനസംഘമായാലും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയായാലും ഒക്കെ തന്നെ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ചെറുകക്ഷികളുടെ ബലത്തിന്മേലാണ് ആ പാർട്ടി നിലനിന്നിട്ടുള്ളതെന്നുള്ള ഓർമ്മ വേണം. ഇപ്പോൾ ഈ 2019 ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഞെളിയാൻ പാടില്ല. നിങ്ങൾ ചെറുകക്ഷികളുടെ പിൻബലത്തിലാണ് ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് 2019 ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിച്ചതെന്നുള്ള ഓർമ്മ ഉണ്ടാവണം. പിന്നെ കക്ഷിബലത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല, ഇപ്പോൾ പാർലമെൻറ്റിലെ അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1962 നിങ്ങളുടെ താത്വികാചാര്യനായിട്ടുള്ള MS ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. ആ പുസ്തകത്തിൽ 3 ആഭ്യന്തര ശത്രുക്കളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ 1962 ആ പുസ്തകം ഇറങ്ങുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ നാമമാത്രമായിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിയുണ്ട്. പാർലമെൻറ്റിലെ അംഗബലം അനുസരിച്ചുകൊണ്ടല്ല, ആ ആശയമാണ് മറ്റേ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുത്വ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ആശയത്തെയാണ് അവർ പേടിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് പാർലമെൻറ്റിൽ എത്ര അംഗബലം ഉണ്ട് എന്നുള്ളതല്ല, ഈ പ്രസ്ഥാനം ഉയർത്തുന്ന ആശയത്തിൻ്റെ ബലമുണ്ടല്ലോ, അതിനെ എല്ലാ കാലത്തും BJPയും അതുപോലെ തന്നെ സംഘപരിവാര ശക്തികളും ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കും. അതിപ്പോൾ ഒരാളായാലും 2 ആളായാലും ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവും. തൃശ്ശൂരിൽ നിന്നും ഈ ഹിന്ദുത്വ ശക്തികളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് സഖാവ് VS സുനിൽകുമാർ ചുണക്കുട്ടനായിട്ട് പാർലമെന്റിൽ ജയിച്ചു വരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.